പ്രൈസ് ദി ലോർഡ്. ഡിസംബർ 15 ഞായറാഴ്ച, കർത്താവിൻ്റെ ദിവസം. നമുക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയിലേക്ക് വരാം. ഏറ്റ് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. കർത്താവേ, അങ്ങ് മക്കളുടെ നിയോഗത്തെ നീ ആശീർവദിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുള്ള മക്കളെ നീ ആശീർവദിക്കണമേ. കർത്താവ് എത്രയോ ഭക്തിയോടുകൂടിയാണ് കർത്താവിൻ്റെ മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അവർ ഒരു മനുഷ്യനെ പോലും കർത്താവ് കൈവിട്ടുകളെ ഇടയാക്കരുത്. ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ കർത്താവ് ദൈവാനുഭവം പ്രാപിച്ച് സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് ഉടമ്പടി എടുത്തതിൻ്റെ സാക്ഷ്യമായിട്ടും ഉടമ്പടി എടുക്കാത്തവർ കർത്താവ് ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ കർത്താവ് കൃപാസനത്തിൽ വന്ന് പറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവെ, അവരുടെ ഉടമ്പടിയിൽ എടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ കർത്താവ് അവർ തന്നെ അവിടെ ദൈവാനുഭവങ്ങൾ കർത്താവ് വീഡിയോ ചെയ്ത് കർത്താവ് അയച്ചു തരാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവെ, ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ്, ഊരയില്ലാത്തവരെ, വീടില്ലാത്തവരെ, കർത്താവ് എന്തെല്ലാം തരത്തിൽ കർത്താവ് ജീവിത പങ്കാളി ഇന്നുവരെ കിട്ടാത്തവർ, 40 വയസ്സായിട്ട് ജീവിത പങ്കാളി കിട്ടാത്തവർ, അവർ സമൂഹത്തിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ നീ ഇപ്പോൾ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തെ കർത്താവ് ഇന്നേക്ക് 41-ാം ദിവസം കർത്താവ് അവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എപ്പോഴും വാടകയ്ക്ക് 10-20 കൊല്ലമായിട്ട് വാടക കൊടുത്ത് കർത്താവ് ഓരോ ദിവസവും എൻ്റെ അപ്പൻ എന്നെ ഓരോ സമയത്തും
ഓരോ ബസ് സ്റ്റോപ്പിൽ വന്ന് ആ കുട്ടി കൊണ്ടുപോകണം പെൺകുഞ്ഞ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു വെച്ചു. പക്ഷെ അവരെ നീ അനുഗ്രഹിച്ചു, അവർക്ക് ജോലി കൊടുത്തു, അവർക്ക് വീട് കൊടുത്തു. അതുപോലെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നീ അനുവദിക്കുന്നിടത്തോളം കാലം കർത്താവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ മക്കളെന്ന മാന്യതയിൽ ജീവിക്കാൻ അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണം ഈശോയും. കെട്ടുകാരൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് വൈരാഗ്യത്തോടെ ജീവിക്കുന്നവരും വിഷം തന്നവരുണ്ട് ഈശോയെ. അവരെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിൻ്റെ കരുണ കർത്താവ് വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഈശോയെ. പ്രോജക്റ്റുകൾ, ബാങ്കിൻ്റെ പ്രോജക്റ്റുകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ഈശോയെ. അവർക്ക് ലഭിക്കുന്ന രാത്രിയും പകലും കർത്താവെ അമേരിക്കൻ ടൈമിന് സെറ്റ് ചെയ്തുകൊണ്ട് കർത്താവ് ഇന്ത്യൻ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉറക്കക്കുറവും അതുമൂലം ഉണ്ടാകുന്ന മറ്റു രോഗങ്ങളും മൂലം മനുഷ്യരുടെ സംഘർഷങ്ങൾ, മനസ്സിൻ്റെ ബലം കുറയുക, അതിനുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ഇതൊരു അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതായി കാണുന്നു. അമ്മ മാത്രമേ നിൽക്കുന്നുള്ളൂ, ആരും കൂടെ ഇല്ല. കുഞ്ഞിനെ അമ്മനെ ഉപേക്ഷിച്ചതുപോലെയും വിവാഹം വേർപെട്ട പോലെയും തോന്നുന്നു കർത്താവെ. അതുപോലെ തന്നെ കർത്താവ് കുഞ്ഞ് ജനിച്ച ശേഷം വിവാഹം റെക്ടിഫൈ ചെയ്യാത്തവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പോൾ സന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ ദൈവത്തിൻ്റെ കരുണ കർത്താവ് അവർക്കെല്ലാം സമാധാനത്തോടെ സന്ധിപ്പോഴും ജീവിക്കും കർത്താവ്. ഇന്നും കർത്താവെ പള്ളിയിൽ ഇന്നും കർത്താവ് മനുഷ്യൻ്റെ വെട്ടത്തിട്ട് പോകാനൊരു അടിയന്തരത കൊണ്ടുപോകാൻ വസ്ത്രമില്ലാത്തവരും വസ്ത്രം കുറഞ്ഞവരും കൊണ്ടിച്ചോയി. അതുപോലെ തന്നെ പല ദുരന്തങ്ങൾ പെട്ടിട്ട് പല രോഗങ്ങൾ പെട്ടിട്ട് ഉള്ള വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് പണമെല്ലാം നഷ്ടപ്പെട്ടിട്ട് വളരെ വിഷമത്തിൽ ജീവിക്കുന്നുണ്ട് ഈശോയെ. വെത്തവർ സാമ്പത്തിക തടന്നപ്പോൾ നിലയിലും വിലയിലും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പതുക്കെ അവർ നകന്നു പോവുകയും അവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് ഈശോയെ. അതിൻ്റെ പേരിൽ മദ്യവും കഞ്ചാവിനും ഒക്കെ അടിപ്പെട്ടുകൊണ്ട് ബുദ്ധിയും ബോധവും ഇല്ലാതെ അലഞ്ഞു തിരിയുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള വിഷമതയുള്ള മനുഷ്യ കർത്താവ് ലോകത്ത് ജീവിക്കുന്നവർ അവരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നീ സഹായിക്കണം. അമ്മേ കൃപാസന അമ്മേ, പരിശുദ്ധ അമ്മേ, അത് ദുരന്തം ഉണ്ടാകണം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട അമ്മേ. ദുരന്തങ്ങൾക്ക് പോലും പ്രാർത്ഥനയാണ് പ്രതിവിധിയെങ്കിൽ അമ്മേ കുടുംബത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ ദുരന്തങ്ങൾക്കും നീ തന്നെയാണ്, നിൻ്റെ പ്രാർത്ഥന തന്നെയാണ്, നിന്നോടുള്ള അപേക്ഷ തന്നെയാണ്, നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അവരെല്ലാം നീ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് നീ അവരെ വീണ്ടെടുക്കണം പ്രാർത്ഥിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരേശ്വരൻ നീ. എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8:12 രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് അച്ഛൻ ഞങ്ങൾക്ക് പുറത്തേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് വചനം അല്ല. ഇന്ന് ഞാനേ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ന്യൂട്രായിട്ട് ബൈബിളെടുത്ത് ഇങ്ങനെ ഒളിക്കണ്ടിട്ട് നോക്കി. കുർബാനയിലിരിക്കുകയല്ലേ, പ്രാർത്ഥിച്ച കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ലേ. കുർബാന ചൊല്ലിയത് അലക്സത്തിനായിരുന്നു. ഞാൻ സൈഡിൽ ഇന്ന് കുർബാന കൂടുകയായിരുന്നു. അപ്പോഴാണ് കുർബാന സ്വീകരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ഇനി ബൈബിളെടുത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ ഉണ്ട് ദൈവവചനം. 8:11 വായിച്ചേ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അടുത്ത വചനം എന്താണ്? രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അപ്പൊ ഇതാണ് അതിന്റെ സിറ്റുവേഷൻസ്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് രാജ്യത്തിൻ്റെ മക്കളെ, കർത്താവിൻ്റെ സ്വന്തം ആൾക്കാർ, അത് രാജ്യമക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് പരിശുദ്ധാത്മ വേറെ വചനം എന്താണെന്നറിയാമോ? അത് യോഹന്നാൻ 13:30. അത് രസമാണ് വചനം. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. എന്നിട്ട് ഈശോ പറഞ്ഞൊരു വചനം ഏതാണ്? യൂദാസ് അങ്ങനെ എറിയപ്പെട്ട ഒരാളാണെന്ന്. കാര്യം എന്താണ്? അവൻ ആ തിന്മ ചെയ്യണമെന്ന് തീരുമാനത്തിൽ നിന്ന് പിന്തിരിച്ചില്ല. ഇപ്പൊ എല്ലാവരും അനുദപിക്കുവേ, പക്ഷെ ഒരു കാര്യമുണ്ട്, ആ തിന്മ ചെയ്യണമെന്ന തീരുമാനത്തിൽ തന്നെ അവർ നിൽക്കുകയും ചെയ്യും. അവിടെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവരെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. യൂദാസിനെ പറ്റി അബദ്ധം എന്താ? അയാൾക്ക് മനസ്സിലായ തെറ്റാണെന്ന്, പക്ഷെ ആ തെറ്റായ തീരുമാനത്തിൽ അയാൾ നിറച്ച് നിന്ന് ചെയ്യാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അതാണ് അയാൾക്ക് പറ്റിയ തെറ്റ്. ഇതെന്താ വരുന്ന വിഷയത്തിൽ അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മളൊരു തിന്മ ചെയ്യും. ഇപ്പം നമ്മൾ ആദ്യത്തെ കുഞ്ഞിനെ
ഒരു കുഞ്ഞ് ജനിച്ച് ഉടനെ അടുത്ത കുഞ്ഞും പെട്ടെന്ന് അതിന് മറുപടി മറന്നപ്പോൾ ജനിച്ച ഉടനെ ഭർത്താവ് പറയും അബോർഷൻ ചെയ്യാം, ഭാര്യ അത് തന്നെ പറയും. നിങ്ങളത് ചെയ്തു, അപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മീയ ബലം കുറഞ്ഞു, അതുകൊട്ടെ. പക്ഷേ എന്താ പറ്റി, വീണ്ടും അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ അവർ അങ്ങനെ ചെയ്യണവർ എന്താ പ്രശ്നം, അവർക്കിത് ഒരു കലാപരിപാടി പോലെയാണ്. കല്യാണത്തിന് മുമ്പ് ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കല്യാണം കഴിയുമ്പോൾ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യണത്. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ഞാൻ 25 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ്. അതായത് ഇങ്ങനെ മനുഷ്യന് ഒരു ലാഘവും ഇല്ലാതെയൊക്കെ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് കൊല്ലാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ കല്യാണത്തിന് മുമ്പ് വിശുദ്ധിയോടെ അല്ല അവർ കല്യാണം പ്രവേശിച്ചിട്ടുള്ളത്. എല്ലാവരെയും കുറിച്ച് പറയുകയല്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെയുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആ തിന്മ, ഇത് ആഗമന കാലമാണ്. ഞങ്ങൾക്ക് വയലറ്റ് ഡ്രസ്സാണ് പള്ളികളിലൊക്കെ ഇടുന്നത് അല്ലേ. എന്താ കാര്യം, അനുതാപത്തിൻ്റെ കാലമാണ്. കർത്താവിൻ്റെ നത്താൾ പെരുന്നാളിന് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ തിന്മ ചെയ്യുന്നവർ തിന്മയിൽ തന്നെ നിലനിന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പം. ബൈബിൾ അവസാനിക്കണത് എന്താണ്, തിന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ വ്യഭിചരിക്കണവരുണ്ടോ, ശരി വ്യഭിചരിച്ചോളൂ, ലൈസൻസ് വരും. അതിൻ്റെ അർത്ഥം അതേ ഇനിമേൽ കക്കുന്നവൻ കക്കട്ടെ, വ്യഭിചരിക്കണവൻ വ്യഭിചരിക്കട്ടെ. വെളിപാട് 22:11. അനീതി ചെയ്തിരുന്നവൻ ഇനിമേൽ പറഞ്ഞ അങ്ങനെയല്ല, വചനം തുടങ്ങണ അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. എന്താ കാര്യം, സമയം തീരാൻ പോകുന്നത്. അപ്പോൾ ബൈബിളിൻ്റെ ഒരു നിലപാട് കണ്ടില്ലേ, അത് തന്നെയാണ് ഈശോ പറയണത്. എന്താണ്, യോഹന്നാൻ 13:27. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. അപ്പൊ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ, അതായത് യൂദാസ് ആ പാപകരമായ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല. നീ ബിസിനസ്സിൽ കൊള്ളലാഭം ഉണ്ടാക്കുന്നവനാണ്, നീ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ കൊള്ളലാഭത്തിൽ നിന്ന് ആ പരിപാടിയിൽ നിന്ന് നീ മാറാൻ തയ്യാറല്ല. എന്ന് വെച്ചാൽ ദൈവം പിന്നെ എന്താ ചെയ്യണത്, ഇനിമേൽ അനീതി പ്രവർത്തിക്കുന്നത് ചെയ്തു കൊള്ളട്ടെ. കണ്ടാ, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതെല്ലാം ഒരുമിച്ചാണ് പോണത്. അതായത് ദൈവം, നീ ഒരിക്കലും ദൈവത്തിൻ്റെ വചനങ്ങളിൽ ആ തിന്മകളിൽ നിന്ന് മാറാൻ നീ തയ്യാറല്ലെങ്കിൽ ദൈവം അത് പറയും, നീ ചെയ്യാനുള്ള ചെയ്യാൻ പറയും, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ പറയും. അപ്പം എന്താ എൻ്റെ അർത്ഥം എന്താണ്, ദൈവം ഒരു പാപം തന്നെ ഇപ്പം ശരി പറയത്തില്ലേ, ഞങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചു, ഞങ്ങളുടെ ആർക്കിட்ட ഒരു ജിക്കും ചെയ്തില്ലല്ല, ചുമ്മാ ബൈബിളൊക്കെ ഇങ്ങനെ വെറുതെ പറയണതാണ്. അതൊക്കെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി പറയണതാണ്. കാര്യമൊന്നുമില്ല, എങ്ങനെ എന്തും ജീവിക്കാം, എന്ത് പോക്കരുതരം കാണിക്കാം, എന്ത് കൊലപാതകം കാണിക്കാം, എന്ത് അബോർഷൻ കാണിക്കാം, എത്ര വേണമെങ്കിലും ആൾക്കാരെ സ്നേഹിക്കുക ഉപേക്ഷിക്കുക ചെയ്യാം, അതുപോലെ എല്ലാം മൃഗതുല്യമായിട്ട് ജീവിക്കാം, ആരും ചോദിക്കാനില്ല. അപ്പം അത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഞങ്ങളുടെ ബിസിനസ് വളർന്നല്ലോ, അപ്പോൾ ഇതിനകത്ത് കഥയില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഈ വിശുദ്ധി ജീവിച്ചാൽ മാത്രമേ അനുഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഇവർ തന്നെ പറഞ്ഞാണ്. പക്ഷേ എപ്പോഴും നമുക്ക് ഒരു കാര്യമുള്ളത്, നമ്മളെ തിന്മയത്തിന് ഉറച്ചു നിന്നാലും ദൈവം എന്ത് പറയും, നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക. അതേസമയം തന്നെ പിന്നെ ഇപ്പോൾ യുവദാസിനോട് പറഞ്ഞതാണ്, പിന്നെ എന്താണ് ചെയ്തത്, അനീതി പ്രവർത്തിക്കണം ചെയ്യട്ടെ, തിന്മ പ്രവർത്തിക്കണം ചെയ്തു കൊള്ളട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈവിട്ടതിൻ്റെ ലക്ഷണമാണ്. ചെയ്ത തിന്മ തന്നെ ആവർത്തിച്ച് ചെയ്താലും നിനക്ക് മനസ്സാക്ഷി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടു. ഇഷ്ടമുള്ള ചെയ്തുകൊള്ളാൻ, ചെയ്യാതിരിക്കണ വേഗം ചെയ്തുകൊള്ളാൻ. അത് അപകടമാണ്. നിങ്ങൾ ഡേഞ്ചർ സോണിലാണെങ്കിൽ ഈ ആഗമന കാലത്ത് നിങ്ങളുടെ പഴയകാല പുണ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തിരിച്ചു വന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ, ക്രിസ്മസിന് ഒരുങ്ങാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.